നമസ്കാരം. മനോരഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം നമ്മുടെ പതിവ് സെഗ്മെന്റിലേക്ക്. മനോരഥത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കെ ഗിരീഷാണ്. വെൽക്കം ഡോക്ടർ. നമുക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് ഫോറിൻ കൺട്രീസിലെല്ലാം എനിക്കൊന്ന് ചെറുപ്രായത്തിലേ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ചെറിയ സ്ഥലത്ത് ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം? എനിക്ക് തോന്നുന്നു ലൈംഗികത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സംഭവമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടി ലോകകാര്യങ്ങളെ ഗ്രഹിക്കുവാൻ, ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ, കൺസെപ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന സമയം തൊട്ട് തന്നെ കൊടുക്കാം. ഈ ലൈംഗിക വിദ്യാഭ്യാസം കൺസെപ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന സമയം തൊട്ട് തന്നെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചില പ്രേക്ഷകൻ ധരിച്ചു ഇയാളൊരു ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഇവിടുത്തെ സമൂഹത്തെ തകർക്കാൻ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നെനിക്ക് തോന്നിപ്പോകും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കൊച്ചു കുഞ്ഞ് 4-3 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടിയാണ് ഫോർ എക്സാമ്പിൾ, അത് മുറ്റത്തുനിന്ന് കളിക്കുന്ന അവസ്ഥ ഒരു ചിത്രശലഭം ഒരു പൂവിൽ വന്നിരിക്കുന്നു. അവിടുന്ന് പറന്നു മാറി അത് അടുത്തുള്ള പൂവിലേക്ക് പോകുന്നു. പോളിനേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ട് പൂവിന് നിറം, എന്തുകൊണ്ട് ഈ മണം, എന്തുകൊണ്ട് പോളൻ ഗ്രെയിൻസ്, എന്ത് സംഭവിക്കുന്നു. അവിടെ തുടങ്ങി ഓരോ പ്രായത്തിനും ഗ്രഹിക്കുവാൻ പറ്റുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ ശാസ്ത്രീയവും ഒരുപക്ഷെ കലയും അല്ലെങ്കിൽ ജീവനും അതിനെ ഇൻട്രോവൻ ചെയ്ത ശേഷം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് മാറ്റി നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലൈംഗിക വിദ്യാഭ്യാസം. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനം. പക്ഷെ ഇവിടെ പ്രായത്തെക്കാൾ ഉള്ളടക്കം, ജീവിതവുമായിട്ടുള്ള അതിന്റെ ബന്ധം, നൽകുന്ന വ്യക്തിയുടെ മനോഭാവം, സ്വഭാവം വളരെ പ്രധാനം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സെക്സ് എന്നൊരു വാക്ക് പറയുമ്പോൾ കുനിഞ്ഞു പറയുന്നുവെങ്കിൽ കേൾക്കുന്ന വ്യക്തികളും കുനിഞ്ഞു പോകും. ഗ്രീഷ്മ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു, ഇപ്പൊ ലിംഗം. അപ്പൊ ഗ്രീഷ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഓയോ സ്ത്രീയുടെ മുഖത്തേക്ക് ലിംഗം എന്ന് പറയാൻ പറ്റുമോ? ഇത് ഞാൻ കുനിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഗ്രീഷ്മയും കുനിയാൻ തോന്നും, കുനിഞ്ഞളയാൻ തോന്നും. പലപ്പോഴും ലൈംഗിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ ഒരു അബദ്ധതാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി തന്നെ നാണം കുണിക്കൊണ്ടാണ്. മൂക്കെന്ന് പറയുന്നത് പോലെ ലിംഗം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഇത് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പിന്നെ ഹ്യൂമർ പലപ്പോഴും പല വിഷയങ്ങളുടെയും അനാവശ്യ ഗൗരവത്തെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ ലൈംഗിക വിദ്യാഭ്യാസത്തിലും സെൻസിറ്റീവ് ആൻഡ് സെൻസിബിൾ ഹ്യൂമർ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമാണെന്ന് തോന്നുന്നു. പിന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എ ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്നതിനെ പി ഫോർ പെനീസ് എന്നും പഠിപ്പിച്ചാൽ ഒരു തെറ്റുമില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. അത് തീർച്ചയായും ചെയ്യേണ്ടതാണ്. കാരണം ഒരു കുട്ടിയുടെ ലിംഗത്തിൽ ഉറുമ്പ് കടിക്കുമ്പോൾ എന്റെ ഇച്ചിച്ചിൽ ഉറുമ്പ് കടിച്ചേ എന്ന് വിളിക്കുന്ന സ്വഭാവം മാറേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ ഡേർട്ടാണ്, അഴുക്കാണെന്ന ധാരണ മാറ്റാൻ സഹായിക്കും. സ്കൂളിലാണെങ്കിൽ തന്നെ മാനസിക ആരോഗ്യമുള്ള അധ്യാപകർ, പൊതുവായി എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് പുരുഷ അധ്യാപകനും പെൺകുട്ടികൾക്ക് സ്ത്രീ അധ്യാപികയും ആ നിലയ്ക്കുള്ള ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് ആഡ് ചെയ്ത ശേഷം അവരുടെ പിന്നെ എന്താ പറയുക ഗ്രഹണശേഷി അനുസരിച്ച് ലൈംഗിക വിദ്യാഭ്യാസവും പൊതു സാമൂഹിക ആരോഗ്യ ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടി അത്യാവശ്യം എന്നാണ് എന്റെ ധാരണ. ഈ അടുത്തിടെ ഞാൻ എന്റെ ഒരു സുഹൃത്ത് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഒരു വലിയ സ്കൂളിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. അപ്പം ഷേക്സ്പിയറിന്റെ ഒരു അതായത് റൊമാൻറ്റിക് ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ് ടീച്ചർ. അപ്പം അവരെന്നോട് പറഞ്ഞത്, ഗ്രീഷ്മ പഠിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ ചമ്മലാണ്, ഈ കുട്ടികൾക്ക് ഞാൻ ഇത് എങ്ങനെ പറഞ്ഞ് വ്യക്തമായി കൊടുക്കും. ഓരോ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഗ്രീൻ പീസിനെ ഹഗ് ചെയ്യുക, ഗ്രീൻ പീസിനെ എങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നു. അപ്പൊ ഇതൊരു ഇതിന്റെ പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലാത്തൊരു രീതിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഒരു ചമ്മലും നാണക്കേടും. പ്രണയത്തിനെ പോലും ഇങ്ങനെ കാണിക്കുമ്പോൾ സെക്സിനെ കുറിച്ച് എങ്ങനെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം? അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗം. പൊതുവായി സമൂഹത്തിനോടുള്ള ഈ വിഷയത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയുന്ന നിലയ്ക്കുള്ള മനോഭാവം, പരിശീലനങ്ങൾ അത്യാവശ്യം. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ തന്നെ കുട്ടികളിരിക്കുമ്പം അച്ഛനും അമ്മയും അടുത്തിരിക്കാതിരിക്കുക. ഇപ്പം അച്ഛൻ അമ്മയുടെ തോളിൽ കൈയിട്ട് കഴിഞ്ഞാൽ മഹാവൃത്തികളാണ്. മകൻ ഓടി വരുന്ന അവസരത്തിൽ കൈ പെട്ടെന്ന് ചാടി മാറ്റുക. അപ്പൊ കുട്ടി വിചാരിക്കും അയ്യോ അച്ഛൻ അമ്മയെ അടിക്കുകയായിരുന്നു, കൊലയ്ക്കുള്ള ശ്രമം നടക്കുകയായിരിക്കുന്നു. അതിന് പകരം ദിസ് ഈസ് പാർട്ട് ഓഫ് അഫെക്ഷൻ ആൻഡ് കെയർ ആൻഡ് ലവ്. സ്നേഹത്തിൻ്റെതായ ഏറ്റവും നല്ല ഭാഷയാണിത് എന്നൊരു ഒരു ഗ്രാമർ, ഈ ജീവിതത്തിന്റെ വ്യാകരണം കഴിയുന്നതും ആദ്യ നാളുകൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ മാറും.
അങ്ങനെ ഒരു സംവിധാനം വേണ്ടതാണ്. തീർച്ചയായും ഇതുപോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. സ്കൂളുകളിലും കോളേജിലും വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പാരന്റ്സ് തന്നെ കുട്ടികളിലെ ഇത് ഇച്ചിച്ചിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞാലും മാറ്റി നിർത്താതെ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി കുട്ടികളിൽ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. അതാണ് ക്ലിയർ ആൻഡ് സേഫ്.